അങ്ങനെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സെക്കൻഡ് ട്രിമസ്റ്ററിലേക്ക് കടന്നു കേട്ടോ. ഇതെൻ്റെ 4th മന്താണ്. ഒരു 16th വീക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ 3rd മന്ത് സ്കാനിങ് കൊണ്ട് ഞാൻ ഈ പ്രഗ്നൻസി റിവീൽ ഷൂട്ടിന് വന്നത്. എൻ്റെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു പ്രഗ്നൻസി റിവീൽ ഇങ്ങനെ ഒരു ഷൂട്ടാക്കി നടത്തണമെന്ന്. പിന്നെ ഈ 16th വീക്ക് വരെ എത്തിയത് ഞങ്ങൾ ഈ ഒരു ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റായി സ്നോ ഒക്കെ ഒന്ന് ഒതുങ്ങാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അങ്ങനെ ബെഡിങ്ടൺ പാർക്കാണ് കേട്ടോ നമ്മളെ ഷൂട്ടിൻ്റെ സ്പോട്ടായിട്ട് നമ്മൾ ക്യാമറമാൻ സെലക്ട് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അടിപൊളി സ്പോട്ടായിരുന്നു. കുറച്ച് സണ്ണി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഫോട്ടോസ് കളറായി. പിന്നെ അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ക്യാമറമാൻ ഒരു കില്ലാടിയാണ്. ആ ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റ ഐഡി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എൻ്റെ പ്രഗ്നൻസി പില്ലോ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം വയറൊന്നും വല്ലാതെ വന്നിട്ടില്ലെങ്കിലും കിടക്കുമ്പോൾ നമുക്ക് നല്ല ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ലേ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല ഞാനിങ്ങനെ മലർന്ന് കിടന്ന് ശീലിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സൊക്കെ പറയുക ഡോണ്ട് സ്ലീപ്പ് ഓൺ യുവർ ബാക്ക് എന്നാണ്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന കുട്ടിക്ക് നല്ലതല്ല. അപ്പോൾ ഉറക്കത്തിൽ അങ്ങനെ കിടക്കാതിരിക്കാനും ഈ ഒരു യു ഷേപ്പ് പ്രഗ്നൻസി പില്ലോ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആൻഡ് ഐ ബോട്ട് ദിസ് ഫ്രം ആമസോൺ. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് ശീലിക്കുന്നതാണ് കുട്ടിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ എൻ്റെ ഓഫീസ് ഡ്യൂട്ടി വീക്കിലി 4 days ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ്സോ മിഡ്വൈഫ് അപ്പോയിൻമെൻറ്റ്സോ ഉള്ള ദിവസമൊക്കെ പെയ്ഡ് ഓഫ് കിട്ടും. പിന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് വെയെങ്കിലും അവരത് ഓഫായിട്ട് കൺസിഡർ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ലീവ് എടുത്താലും സീനൊന്നുമില്ല. എൻ്റെ ഓഫീസ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 9 to 5 അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഒരു 12 o'clock ആയിട്ടൊക്കെ എത്തുള്ളൂ. എന്നാലും എൻ്റെ മാനേജർ ഒന്നും പറയില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പുണ്യം ചെയ്ത എംപ്ലോയി ആണ്. ബിക്കോസ് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വർക്കിന് പോകാൻ ഭയങ്കര മടിയായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്നതിനേക്കാളും വർക്കിന് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ബിക്കോസ് അവിടെ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടിരിക്കും. അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അങ്ങോട്ട് എത്തുന്നത് ഒന്നാമത് ഈ വെതറും പിന്നെ എനിക്ക് 50 minutes വാക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ മോർണിംഗ് എണീക്കുന്ന കാര്യം. ബിക്കോസ് എൻ്റെ ബേബി ഇപ്പോൾ UK ടൈമും വിട്ട് അമേരിക്കൻ ടൈമും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. എനിക്ക് പുലർച്ചെ 4 മണിയൊക്കെ ആയാലും ഉറക്കം വരുള്ളൂ. രാത്രി എങ്ങനെ നോക്കിയാലും എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. എൻ്റെ മാനേജർ പറയായിരുന്നു യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ സ്റ്റാർട്ടഡ്. ആളിപ്പോൾ മെറ്റർണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. വാട്ടെവർ. അതെന്തായാലും ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് വർക്കാണ്. ബിക്കോസ് ഇത് കഴിഞ്ഞ് ഞാൻ 1 month ലോങ് ലീവിന് പോവുകയാണ്. മെറ്റർണിറ്റി ലീവ് ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു 15 minutes വാക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഹിപ്പ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മിഡ്വൈഫ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 month വർക്കിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ അതിനുള്ള സിക്ക് നോട്ട് നമുക്ക് GP എന്നാണ് കിട്ടുക. നമുക്ക് എംപ്ലോയർക്ക് കൊടുക്കേണ്ട സിക്ക് നോട്ടുകൾ നമുക്ക് മിഡ്വൈഫിൽ നിന്നോ ഡോക്ടറിനോ കിട്ടില്ല. നമുക്ക് GP എന്നാണ് കിട്ടുക. നമ്മൾ നമ്മുടെ GPയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി. അവർ നമുക്ക് ആ ഒരു ആപ്പിൽ തന്നെ മെസ്സേജിലൂടെ അവർ നമുക്ക് PDF ആയിട്ട് അയച്ചു തരും. ആൻഡ് അതുപോലെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന 2 ആപ്പാണ് കേട്ടോ ഇത്. പ്രഗ്നൻസിയും ബേബി ഗ്രോത്ത് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല വീക്ക്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആപ്പാണ്. ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. ഇയർലി സബ്സ്ക്രിപ്ഷൻ ആണ്. നമുക്ക് യൂസ് ആവുകയാണെങ്കിൽ യൂസ് ചെയ്തോ കേട്ടോ.